എന്തായി? അത് നോക്കണ്ടേ, അതുപോലെ നെഗറ്റീവോ? സാരമല്ല, പോട്ടെ. സത്യം പറയാനോ ശരിക്കും മടുത്ത് എനിക്ക് ഈ ടെസ്റ്റ് ചെക്കപ്പ്. പിന്നെ ഓരോരുത്തരുടെ മുന്നിൽ ചെന്ന് പച്ചയ്ക്ക് പറയുന്നത്, തുണിയില്ലാതെ അവരുടെ മുന്നിൽ കിടക്കുന്നത്. എനിക്ക് വയ്യ. നമുക്കായിട്ടിനി വേറെ എന്താ ചെയ്യാനുള്ളത്? പോകാൻ പറ്റുന്ന അമ്പലങ്ങളെല്ലാം പോയി, ഡോക്ടേഴ്സ് പറയുന്ന ഡയറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അവര് പറയുന്നത് നിന്റെ പീരീഡ് സൈക്കിൾ നോക്കിയിട്ടുള്ള ദിവസങ്ങളാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വയ്യാതായി. ചിലപ്പോൾ നമ്മുടെ വിഷമം കണ്ടിട്ടായിരിക്കും വിഷ്ണുവിനും അച്ഛനും ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തത്. അവരുടെ കുഞ്ഞു വരുമ്പോൾ നമ്മളും ഒന്ന് എൻഗേജ്ഡ് ആവും അല്ലേ? അതെ. അച്ഛൻ ആര്യ അബോഷനോ? ആർ യു സീരിയസ്? ഇതിപ്പോ 4ാമത്തെ കുട്ടി അബോർട്ട് ചെയ്യണമെന്ന് വിഷ്ണു പറഞ്ഞോണ്ടിരിക്കുന്നേ. നേരത്തെ പോലെ അല്ല. ചേട്ടനും ചേച്ചിക്ക് പ്രഗ്നൻസിയെ കുറിച്ച് അറിയാം. ദേ ജെൻഡർ പോലും അറിയുന്ന ചേച്ചി കുറെ ഡ്രസ്സ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നു കുഞ്ഞിന് വേണ്ടി. നീ എന്തിനാ അവരുടെ അടുത്ത് പറയാൻ പോയത്? ഞാൻ ട്രിപ്പ് പോയ നേരത്ത് നാട്ടിൽ മൊത്തം നിന്റെ ഗർഭം അറിഞ്ഞു. ഞാൻ പറഞ്ഞതല്ല വിഷ്ണു, എന്റെ ക്ഷീണം കണ്ടിട്ട് ചേച്ചി ടെസ്റ്റ് ചെയ്യിപ്പിച്ചതാ. ആ പ്രഗ്നൻസി കിറ്റിൽ 2 വരകൾ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ചേച്ചി ഒരുപാട് സന്തോഷിക്കുകയായിരുന്നു. അപ്പൊ തന്നെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടൻ കുറെ പലഹാരങ്ങളൊക്കെ ഇട്ട് നോക്കി ഏരിയ ഫുൾ വിതരണം ചെയ്തു. ചേച്ചിയുടെയും ചേട്ടന്റെയും സന്തോഷം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരൊരു കുഞ്ഞിന് വേണ്ടി എന്തോരം ആഗ്രഹിച്ചിരുന്നത്. ആ സന്തോഷം നമ്മളായിട്ട് ഇല്ലാതാക്കണോ വിഷ്ണു? പിടി, അപ്പൊ നമ്മുടെ സന്തോഷോ? വിഷ്ണു, യു ആർ വെരി സെൽഫിഷ്. അവർ എത്ര വർഷമായി ട്രീറ്റ്മെന്റ് ഒന്നും പറഞ്ഞ് നടക്കുന്നു. നമ്മള് കാരണം അവർക്ക് സന്തോഷം ഉണ്ടാവട്ടെ വിഷ്ണു. നോക്കച്ചു, നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചാണ് നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് വേണ്ടാത്. പിടി, അത് തലവേദനയാണ്. പിന്നെ ചേട്ടൻ കൊച്ചിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സന്തോഷം കണ്ടെത്തുന്ന നമ്മുടെ ലൈഫിലെ സന്തോഷം. വിഷ്ണു, എനിക്ക് കുഞ്ഞിനെ കളയാൻ തോന്നുന്നില്ല. നീ എന്തോ നീ പറയണത്? നമ്മൾ നേരത്തെ പറഞ്ഞ് തീരുമാനിച്ചില്ലേ ഇപ്പൊ നമുക്ക് കുഞ്ഞ് വേണ്ടാന്ന്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നോക്കച്ചു, എനിക്ക് നീയും നിനക്ക് ഞാനും ഇപ്പൊ തൽക്കാലം അത് മതി. ഇപ്പൊ നമുക്ക് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ടൈമാണ്. അത് കഴിഞ്ഞ് ആലോചിക്കാം കുഞ്ഞു വേണോ മറ്റു വേണോ മറിച്ച് വേണോ എന്നൊക്കെ. നീ അതൊരു നടങ്ങ്. അച്ചു മോളെ വന്നേ, ഫുഡ് കഴിക്കാൻ സമയമായി. നീ പോയി കഴിച്ചിട്ട് റെഡിയായി നിൽക്കുന്നു ഡോക്ടറെ കാണുമ്പോൾ. നിങ്ങൾക്ക് കുട്ടികൾ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ഇതിപ്പോൾ 4ാമത്തെ അബോർഷനാണ്. ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമോ? സോറി ഡോക്ടർ, പ്രാവശ്യം കൂടി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എടോ, നിങ്ങൾക്ക് കുട്ടികൾ വേണ്ടെങ്കിൽ എന്തൊക്കെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്? വൈ ഡോണ്ട് യു ഗോ ഫോർ ദാറ്റ്? ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ ഇനി ഇങ്ങനെ ഉണ്ടാവൂല. ഇത്തവണ ഞങ്ങളുടെ ഡോക്ടറിന് ഹെൽപ്പ് ചെയ്യാം. എടോ, ഈ കുട്ടിയുടെ ബോഡിക്ക് ഇത്ര സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരിലും ആരാണ് ഈ അബോർഷനെ ഇത്ര പ്രൊമോട്ട് ചെയ്യുന്നത്? ഡോക്ടറെ, ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനമാണ്. ഒരു കുട്ടിക്ക് ഞങ്ങൾ രണ്ടിനും റെഡിയാണ്. പോരാത്തതിന് അതിന് സമയമായിട്ടില്ല എന്നാണ് ഞങ്ങളൊരു വിശ്വാസം. അശ്വതിക്ക് അമ്മയാവാനുള്ള ടൈമായി. റിസ്ക് ആണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാൻ വിഷ്ണു. ഡോക്ടറെ, ഞാൻ ഇതിന് ഓക്കെ അല്ല. ഇവിടെ എൻ്റെ ചേട്ടനും ചേട്ടത്തേക്കും വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കാന്ന് പറയുന്നത്, അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ വീട്ടിൽ പോയി ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് വരും. ആലോചിക്കാനൊന്നുമില്ല, ഡോക്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. എവിടെയാണെന്ന് സൈൻ ചെയ്ത് തരാം ഞാൻ. തൻ്റെ അടുത്ത് ഞാൻ ഇത്രയും നേരം മര്യാദയുടെ ഭാഷയിലാണ് സംസാരിച്ചത്. എൻ്റെ ഭാഷ മാറ്റിക്കില്ലേ? പ്രിക്കോഷനിൽ ഓരോന്നും ചെയ്തിട്ട് വന്നിട്ട് അബോഷം എന്നും പറയും കയറി വരും. വിഷ്ണു വന്നേ, ഡോക്ടർ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് നാളെ വരാം. ഏട്ടാ, ഏട്ടത്തി എന്തിനാ കരയണേ? എടാ, ഞങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കുറേ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നല്ലോ. എല്ലാ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. ഞങ്ങൾക്ക് ഒരിക്കലും ഇനി കൺസീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ മുന്നിലുള്ളത് കുറച്ച് ചിലവ് കൂടിയ ഓപ്ഷൻസാണ്. IVF-ഓ സറഗസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എത്ര അങ്ങോട്ട് ചിന്തിച്ചിട്ടും
എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. ഞങ്ങൾ ഈ ട്രീറ്റ്മെൻ്റൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ 5-6 വർഷമായി. നിനക്കറിയാലോ എത്ര ലക്ഷം രൂപ ഇതിനെ പറയുന്നത് ഞങ്ങൾ ചിലവാക്കിയത്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ടെന്ന് ഇവള് പറയും. അതല്ലെങ്കിലും അങ്ങനെ ചേട്ടാ, വേണ്ടാത്തവർക്ക് ദൈവം വാരി കോരി കൊടുക്കും, വേണ്ടവർക്കോ ദൈവം കൊടുക്കത്തുമില്ല. ഏട്ടത്തി വിഷമിച്ചിരിക്കണില്ലേ? ചിലവിൻ്റെ കാര്യം നമുക്ക് നോക്കാം ചേട്ടാ. ഇല്ല വിഷ്ണു, ഇപ്പൊ എനിക്ക് അത്ര വിഷമമൊന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുകൂടെ അല്ലേ. ഞങ്ങളുടെ കുഞ്ഞിനെ തന്നെ കളിപ്പിക്കുള്ളൂ, കുളിപ്പിക്കൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ സ്വന്തം കുഞ്ഞായി തന്നെ കാണും. അച്ചു, നാളെ തന്നെ ഡോക്ടറെ കണ്ട് കാര്യം നടക്കണം. വിഷ്ണുവിന്റെ മനസ്സ് ഇപ്പോഴും കല്ലുപോലെയാണല്ലേ. ചേച്ചിയും ചേട്ടനും പറഞ്ഞത് കേട്ടില്ലേ വിഷ്ണു? നമ്മുടെ കുഞ്ഞിനെ കളിപ്പിക്കാന്ന് പ്രതീക്ഷിച്ചല്ലേ അവർ ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തി കാത്തിരിക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ ഈ പ്രഗ്നൻസി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവരുടെ അടുത്ത് അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊരു മനസ്സാ വിഷ്ണു ഇത്. ശരി, സമ്മതിച്ച്. നമ്മൾ അബോർഷൻ ചെയ്യണമെന്ന് അവരുടെ അടുത്ത് പറയണ്ട, അല്ലാതെ ഇത് കലങ്ങിപ്പോയെന്ന് അവരടുത്ത് പറഞ്ഞാൽ പോരെ. നീ ഇതെന്ത് എന്നെ മനസ്സിലാക്കാത്തത്? എടി, ഞാൻ അടുത്ത ആഴ്ച ട്രക്കിംഗ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. നീ ഇതിനെടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് അതിൽ എൻജോയ് ചെയ്യാൻ പോകാം. വന്ന് വന്ന് വിഷ്ണു വെറും ദുഷ്ടനായിട്ട് മാറുക. ഞാൻ സ്നേഹിച്ച വിഷ്ണു ഇങ്ങനെ ആയിരുന്നില്ല. എടി, നീ ഒരു കാര്യം മനസ്സിലാക്ക്. കൊച്ചിനെയൊക്കെ പ്രസവിച്ച് വളർത്തുന്ന എത്ര വലിയ ടാസ്ക് ആണെന്ന് നിനക്ക് അറിയാം. നീ നിന്റെ ശരീരം തന്നെ നോക്ക്, നല്ല വണ്ണം വെച്ച്. ഇനി ഒരു പ്രസവം കൂടെ കഴിഞ്ഞാൽ നിന്റെ ഉള്ള സ്ട്രക്ചറും കൂടെ പോകും. അവസാനം പിന്നെ കുഞ്ഞിന്റെ പിറകെ ഓടേണ്ടി വരും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല അതിന്റെ സ്നാക്കിയും മറ്റൊന്നും മാറ്റാനൊന്നും. അതെ, ഞാൻ തടിച്ചു. അതിന്റെ റീസൺ വിഷ്ണുവിന് അറിയില്ലേ? 3 മാസം കൂടുമ്പോഴാണ് അബോഷന് പോകുന്നത്. എത്ര ഐപ്പിൾ ടാബ്സ് ആണ് ഞാൻ എടുക്കുന്നത് വിഷ്ണുവിന് അറിയോ? എന്റെ ഹോർമോൺസ് ഒക്കെ ആകെ ചേഞ്ച് ആയി. ഇപ്പൊ വിഷ്ണുവിന് എന്റെ ഹെൽത്തിനെ കുറിച്ച് ഒന്നും അറിയണ്ടല്ലോ. ദേ കണ്ട, ഇതാണ് മൂഡ് സിങ്സ്. നിന്നെ ഇത്രയും ദേഷ്യത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇതിനെ കളയണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലോട്ട് നമ്മുടെ ലൈഫ്. അനു, നീ വിഷമിച്ചിരിക്കുകയാണോ? വിഷമമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ആശ്വസിക്കാൻ വേറൊരു കാര്യമുണ്ടല്ലോ. താൻ എന്തായാലും മനസ്സുകൊണ്ട് ഹാപ്പി അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് തൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കൂടി എടുത്താലോ? അത് വേണോ? ഇനിയും പഴയതുപോലെ കയറി ഇറങ്ങി നടക്കണ്ടേ? നമ്മൾ ഇത്രയും അലഞ്ഞു തിരിഞ്ഞില്ലേ? ഇനി ഒരു ഒപ്പീനിയനും കൂടി എടുത്തെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? നാളെ തന്നെ പോയിട്ട് വരാടോ. ശരി. അച്ചു, ദേഷ്യത്തിലാണോ? എനിക്കെന്താ ദേഷ്യം? എന്നാ അടുത്തു വാ. എവിടെ വരാൻ? ഓ, ഒന്നും അറിയാത്ത പോലെ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്താ വിഷ്ണുവിന്റെ ഉദ്ദേശം? എന്ത് ഉദ്ദേശം? സാധാരണ ഉള്ള ഉദ്ദേശങ്ങളൊക്കെ തന്നെ ഉള്ളു. വിഷ്ണു, ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്. എന്റെ ബോഡിക്ക് റെസ്റ്റ് വേണം. എടി, അതിന് നമ്മൾ ഇതിനെ കളയാൻ പോവുകയല്ലേ. അത് ഇങ്ങനെ അങ്ങ് പോണെങ്കിൽ ഇങ്ങ് പോട്ട്. താനത് സെൽഫിഷ് ആണോ? ഇവിടെ എന്നാ ശരിയാവത്തില്ല. അച്ചു, ഈ ജ്യൂസ് കുടി. എന്താ ഇത്? എടി, ഇതിൽ വേദന ഇല്ലാതെ അബോഷനായിട്ടുള്ളൊരു മരുന്നായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ബാംഗ്ലൂരിൽ കൊണ്ട് വന്നതാണ്. ഇനി ഡോക്ടറുടെ അടുത്തൊക്കെ പോയി പറഞ്ഞ് അയാളെ കൈയും കാലും പിടിച്ച് ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാകുമ്പോൾ ആരും അറിയത്തില്ല. കാര്യം നമ്മൾ വിചാരിക്കുമ്പോൾ നടക്കും. ഈ കുടി. പറ്റില്ല വിഷ്ണു, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. കുട്ടികളില്ലാത്ത നമ്മുടെ ചേട്ടൻ്റെ ചേച്ചിയുടെ വിഷമം വിഷ്ണുവിന് മനസ്സിലാവത്തില്ല. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നോക്കണം വിഷ്ണു. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ലേ നല്ലത്? നിനക്കിപ്പം തന്നെ ബുദ്ധിവേ കിടക്കുകയാണ്. പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ അമ്മമാരുടെ ഇമോഷണൽ ഡ്രാമ തുടങ്ങി. ഇത് ഞാൻ കുടിക്കുന്ന പ്രശ്നമല്ല വിഷ്ണു. നീ എന്ത് വന്നാലും ഞാനങ്ങ് സഹിച്ചോളാം. ഓഹോ, നിന്നെ ഇത് കുടിപ്പിക്കാൻ പറ്റുന്നത് ഞാനാ നോക്കട്ടെ. സക്കുടി. അച്ചു, കളിക്കല്. അച്ചു, അച്ചു, ഞാൻ പറയണ കേട്ടാ മതി. എന്റെ കൂടെ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ പറയണ കേട്ട് നീ ജീവിക്കണം. കുടി. വിഷ്ണു, നിർത്തറ. എടാ, ദൈവമായിട്ടാണ് ഇന്ന് ഞങ്ങളെ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിച്ചത്. പലരുടെ കാര്യങ്ങളും പറയുന്ന കൂട്ടത്തില് നിങ്ങൾ ചെയ്ത അബോഷൻസിന്റെ കാര്യങ്ങൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. യാദൃശ്ചികമായിട്ടാണെങ്കിലും
നീ ഞങ്ങളുടെ നിന്ന് മറച്ചു വെച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞടാ. ആ കുഞ്ഞുങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോടാ. ഞങ്ങൾ കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് പ്രസവിച്ച് തരാനല്ലല്ലോ ഞാനും എവളും കല്യാണം കഴിച്ചത്. ഇത് അൺപ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അതുകൊണ്ടാ വേണ്ടാന്ന് വെച്ചത്. ഒരെണ്ണമൊക്കെ അൺപ്ലാൻഡ് ആകും, പക്ഷെ 4 അങ്ങനെ ആകുമോ? എൻ്റെ ചേച്ചി പറയും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഈ പ്രസവം നടത്താനായിട്ട് ഞാൻ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ഒന്നും അല്ല, ഇമോഷണലി ഒട്ടുമല്ല. പൈസയാണാടാ നിന്റെ പ്രശ്നം. ഞങ്ങൾ ചികിത്സക്ക് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടില്ലേടാ. അപ്പൊ പൈസയല്ല, നിനക്ക് ഉത്തരവാദിത്വം എടുക്കാൻ വയ്യ. നിനക്ക് കുഞ്ഞിനെ നോക്കാൻ വയ്യെങ്കിൽ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിക്കടാ. ഞങ്ങൾ പൊന്നുപോലെ നോക്കും. അതൊക്കെ വലിയ ടാസ്ക്കാണ്. ഇവക്ക് ഇമോഷണലി അറ്റാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് ഞാൻ നടക്കേണ്ടി വരും. ഈ കുഞ്ഞിനെ പ്രസവിച്ചു തരാൻ ഞാൻ റെഡിയാ. പ്രസവിച്ചു കൊടുക്കാൻ നീ റെഡിയാണെന്നാ? എന്നാലേ ആ കുഞ്ഞിനെ പ്രസവിച്ച് കൊടുത്തിട്ട് നീ അതുവഴി അങ്ങ് പൊക്കോ. എൻ്റെ കൂടെ എന്തായാലും തൽക്കാലം പ്രസവിച്ചൊരു പെണ്ണ് എൻ്റെ കൂടെ ജീവിക്കണ്ട. അവളല്ല, നീയാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. നീ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. നിനക്കിങ്ങനെ കൂടെ കൊണ്ട് നടക്കാനും നിന്റെ 3rd റേറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയും ഒരാൾ വേണം. പ്രായത്തിൻ്റെ വിവരമില്ലായ്മയാണ് ഇത്. എത്ര പേരാണ് ഒരു കുഞ്ഞിന് വേണ്ടി അമ്പലങ്ങൾ, ആശുപത്രിയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നത് നിനക്കറിയോടാ. അവളെ ഞങ്ങൾ നോക്കിക്കോളാം. കുഞ്ഞിനെ നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം.